ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ശബരിമല തന്ത്രി കണ്ഠര രാജീവരുടെ വൈദ്യപരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നാണ് തന്ത്രിയുടെ പ്രതികരണം. മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങളോട് സ്വാമി ശരണമെന്ന മറുപടിയാണ് തന്ത്രി നൽകിയത്. ആരെങ്കിലും കുടിക്കതാണോ എന്ന മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിനും തന്ത്രി പ്രതികരിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തന്ത്രിയുമായി SIT സംഘം കൊല്ലത്തേക്കാണ് പോയത്. തന്ത്രിയെ കൊട്ടാരക്കരയിലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിതിന് മുൻപേയായിരിക്കും ഹാജരാക്കുക. തന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. BP, പ്രമേഹം എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെന്നും തന്ത്രി അറിയിച്ചു. ഇന്നലെ രാവിലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠര രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഉച്ചയ്ക്ക് ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം ഒരുക്കിക്കൊടുത്തത് തന്ത്രിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളായതിനാൽ അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടും. ഭക്തരെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയെ SIT അറസ്റ്റ് ചെയ്യുന്നത്. ഗൗരവമാർന്ന തെളിവുകളില്ലാതെ അറസ്റ്റ് ഉണ്ടാകില്ലെന്നതിനാൽ കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. കേസിലെ പ്രതി A. പത്മകുമാറിന്റെ ദൈവതുല്യർ പ്രയോഗത്തോടെ അത് തന്ത്രിയാണോ മന്ത്രിയാണോ എന്ന സംശയം അന്നു മുതലേ ഉടലെടുത്തിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകും മുമ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ദൈവതുല്യരായവരാണെന്ന പ്രതികരണം നടത്തിയത്. അന്നേ പത്മകുമാറിന്റെ ദൈവതുല്യൻ ആരെന്ന ചോദ്യം ഉയർന്നു. കേസിൽ നേരത്തെ തന്ത്രിമാരായ രാജീവരുടെയും മോഹനരുടെയും മൊഴിയും SIT എടുത്തു. ശബരിമലയിൽ താൻ ചെയ്തത് താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണെന്നായിരുന്നു രാജീവർ നൽകിയ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് താനില്ലെന്ന് തന്ത്രി പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നതും പരിചയപ്പെടുത്തിയതും രാജീവരാണെന്ന് റിമാൻഡിലിരിക്കെ പത്മകുമാർ മൊഴി കൊടുത്തിരുന്നു. തന്ത്രിമാർ അനുവദിച്ചതിനാലാണ് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊടുത്തുവിട്ടതെന്നും പത്മകുമാർ SITയോട് പറഞ്ഞു. എന്നാൽ ദൈവതുല്യനാരെന്ന് പുറമേക്ക് പത്മകുമാർ തെളിച്ചു പറഞ്ഞതുമില്ല. കേസ് അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന ഒരു സൂചനയും SIT നൽകിയില്ല. തന്ത്രിമാരെ കേസിൽ സാക്ഷികളാക്കുമെന്നാണ് പലരും കരുതിയത്. പക്ഷേ തന്ത്രപൂർവ്വം SIT തന്ത്രിക്കെതിരെ വന്ന മൊഴികൾ ഈഴക്കീറി പരിശോധിച്ചു. അറസ്റ്റിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ തെളിവുകൾ ശേഖരിച്ചു. അയ്യപ്പനെ കണ്ട ശേഷം ഭക്തർ വണങ്ങുന്നയാളാണ് സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായത്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ ആരായാലും അറസ്റ്റിലാകണമെന്ന് പറയുന്നവരെ പോലും ഒരു നിമിഷത്തേക്കെങ്കിലും ഞെട്ടിക്കുന്നതായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ്. തന്ത്രി അറസ്റ്റിലാകുമ്പോൾ മുൻ മന്ത്രി കടകംപള്ളിയെ ചോദ്യം ചെയ്തതിന്റെ തുടർ നടപടി എവിടെ വരെ എന്ന ചോദ്യവുമായാണ് കോൺഗ്രസ് CPMനെതിരെ ആരോപണം തുടരുന്നത്. അതേസമയം എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കെ തന്ത്രിയുടെ അറസ്റ്റ് സ്വർണ്ണക്കൊള്ളക്കേസിന്റെ ഗതി എങ്ങോട്ടാക്കുമെന്നാണ് ആകാംക്ഷ.